വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നോക്കാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയ പ്രേക്ഷകരെ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആവശ്യമായ പഠനം ഇല്ല എന്നതാണ്. ആവശ്യമായ പഠനമില്ലാതെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ആവശ്യമായുള്ള പഠനമില്ലാതെ സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് എന്നാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചോ യാത്രക്കാരുടെ എണ്ണത്തെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നതാണ് പ്രധാന കാര്യം. ഇതൊരു പൂർണ്ണ റിപ്പോർട്ടല്ല എന്നാണ് സമിതി അഭിപ്രായപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആവശ്യമായ പഠനമില്ല എന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണ് എന്നത് നോക്കാം. രണ്ടാമത്തെ പ്രശ്നം വരുമാന സാധ്യത പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. വരുമാന സാധ്യത പഠിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് എത്ര യാത്രക്കാർ യാത്ര ചെയ്യും, എത്ര പണമാണ് ഈ ടിക്കറ്റ് റേറ്റ് എങ്കിൽ അവർ യാത്ര ഉപാധിയായി അതിവേഗ റെയിലിനെ തിരഞ്ഞെടുക്കും തുടങ്ങിയ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അതിവേഗ റെയിൽ പാതയെ കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന സാധ്യതകൾ പഠിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. നിലവിലെ സാമ്പത്തിക മാതൃക പ്രായോഗികമല്ല. യാത്രക്കാരെ മാത്രം ആശ്രയിക്കുന്ന മോഡൽ വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും വിദഗ്ധ സമിതി വിലയിരുത്തുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം ചരക്കു ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ്. ചരക്കു ഗതാഗത സാധ്യത എത്രയാണെന്ന് യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടൊന്നും ഈ സംവിധാനം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. വായ്പാ തിരിച്ചടവ് ഉറപ്പാക്കാൻ ചരക്കു ഗതാഗത സാധ്യതകളും കൂടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി സ്വതന്ത്രമായ പഠനം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. ഇനി നാലാമത്തേതാണ്, അതാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ പ്രശ്നങ്ങളില്ലാതെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ പാരിസ്ഥിതിക പ്രത്യാഘാതം എന്താണ് എന്നത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നത്. പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക. ഭൂമി ഏറ്റെടുക്കൽ മുൻപ് തന്നെ പാരിസ്ഥിതിക പഠനം പൂർത്തിയാക്കി ആശങ്കകൾ പരിഹരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. നല്ല കാര്യമാണ്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി നടപ്പിലാക്കുന്നു എന്നതിനപ്പുറം സംസ്ഥാന സർക്കാരിന്റെ കയ്യൊപ്പുള്ള അതിവേഗ റെയിൽപാത വരട്ടെ എന്നതാണ് സർക്കാർ നിലപാട് എന്നതും നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ ശ്രീധരനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുമില്ല. വിവിധ തലത്തിലുള്ള പഠനങ്ങൾ നടത്തിയതിനു ശേഷം ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം DMRCക്ക് തന്നെ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, അതായത് ഈ ശ്രീധരൻ ഇവിടെ ഒരു ഓഫീസ് തുറക്കുന്നു, കുറെ അധികം എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുമായി ചേർന്ന് ചർച്ചകൾ നടത്തുന്നു, ഒരു പ്രോജക്റ്റ് ഏറെക്കുറെ കംപ്ലീറ്റഡ് എന്ന് വിചാരിക്കുന്ന ഒരു പ്രോജക്റ്റ് സർക്കാർ മുന്നിൽ കൊടുക്കുന്നു. വി ഡി സതീശൻ സർക്കാർ അത് അംഗീകരിക്കുന്നു എന്നാണെങ്കിൽ അത് എല്ലാ കാലവും ഈ ശ്രീധരന്റെ പ്രോജക്റ്റാണ്. നമ്മളൊക്കെ വാർത്തയുടെ തലക്കെട്ട് കൊടുക്കുന്നത് അങ്ങനെയാണല്ലോ. ഈ ശ്രീധരന്റെ പ്രോജക്റ്റ് സർക്കാർ അംഗീകരിക്കുന്നു, ഈ ശ്രീധരന്റെ പ്രോജക്റ്റുമായി സർക്കാർ മുന്നോട്ട് എന്നുള്ളത്. അങ്ങനെ വേണ്ട, ഇതൊരു UDF സർക്കാരിന്റെ പ്രോജക്റ്റ് മതി എന്നാണോ? മാധു, ഇതിലേറെക്കുറെ അല്പസ്വല്പ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. ഈ 4 അംഗ വിദഗ്ധ സമിതി കൃത്യമായും ഈ ശ്രീധരന്റെ പ്രോജക്റ്റിൽ ചില തിരുത്തലുകൾ വരുത്തി അതിന് പച്ചക്കൊടി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു ഒരു 3-4 ദിവസം മുമ്പ് വരെ. അതിനിടയിലാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഇവർ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് ഈ വിദഗ്ധ സമിതിയോട് പറഞ്ഞു. അങ്ങനെയാണ് മിഷൻ സമുദ്ര പദ്ധതിയുമായി ഈ അതിവേഗ റെയിൽ പാതയെ കണക്ട് ചെയ്യണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. മറ്റ് ചരക്ക് സേവനങ്ങൾ കൂടി ഭാവിയിൽ നടത്താൻ പറ്റുന്ന തരത്തിൽ ഈ പദ്ധതിയെ മാറ്റുക എന്ന ലക്ഷ്യം ഇതിനകത്തുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഇതിനകത്ത് വിഴിഞ്ഞം കൂടി വരിക എന്ന ഒരു ശുപാർശയിലേക്ക് ഇവർ പോയത്. ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന, നേരത്തെ മാധു പറഞ്ഞതുപോലെ, ഇപ്പോൾ അതിവേഗ റെയിൽ ഈ ശ്രീധരൻ നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും അത് ഈ ശ്രീധരന്റെ പ്രപ്പോസൽ വി ഡി സതീശൻ സർക്കാർ നടപ്പിലാക്കി അങ്ങനെ അതിവേഗ പാത വന്നു എന്നതാണ്. പക്ഷേ വി ഡി സതീശനും UDF സർക്കാരും ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ UDF സർക്കാരിന്റെ കാലത്ത് ഒരു അതിവേഗ റെയിൽ പദ്ധതി വന്നു എന്നതാണ്. പക്ഷേ ഈ ശ്രീധരനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ശ്രീധരനെ മുന്നിൽ നിർത്തിയ ഒരു പ്രോജക്റ്റുമായി പോയാൽ കേന്ദ്ര അനുമതിയൊക്കെ പെട്ടെന്ന് കിട്ടും എന്ന് ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രീധരനെ പൂർണ്ണമായും തള്ളാതെ DMRCയെ ചേർത്തു പിടിച്ച് ഒപ്പം പരിസ്ഥിതി ആഘാത പഠനം, സാമ്പത്തിക പഠനം അടക്കമുള്ള കാര്യങ്ങൾ, എത്ര ഭൂമി ഏറ്റെടുക്കേണ്ടി വരും, അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്നതടക്കം ആദ്യം പഠിക്കുക. അതിനുശേഷം ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തന്നതിന് ശേഷം ഇത് UDF സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയായി മുന്നിലേക്ക് കൊണ്ടുവരിക എന്നാണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ എത്ര കാലം നീണ്ടുപോകും എന്ന കാര്യത്തിൽ ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ഒരു പദ്ധതി നടപ്പിലാക്കാൻ നീണ്ടുപോകും തോറും ചെലവ് ഭീമമായി കൂടുമെന്നാണ്. ആ ഒരു ചെലവ് കൂടൽ ഇത് നീണ്ടും തോറും
ഉണ്ടാകും. ഇനി ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത്. യെസ്, റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പൊ തന്നെ ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പ്രോജക്റ്റിന് ഏതാണ്ട് 60,000 കോടിയാണ് പറഞ്ഞത്. അല്പസ്വല്പമൊക്കെ കൂടും എന്നുള്ള കാര്യം കൂടി സർക്കാർ അംഗീകരിക്കുന്നുമുണ്ടായിരുന്നു. അതിന് നീണ്ടു പോവുകയാണെങ്കിൽ വീണ്ടും പാരിസ്ഥിതികാഘാത പഠനം, പക്ഷെ ഇതൊക്കെ നടത്തേണ്ടതാണ് കേട്ടോ. അതൊന്നും നടത്താതെ ഒരു പ്രോജക്റ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ അത് ദീർഘകാലത്തേക്ക് പോയാൽ റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ഭീമൻ പദ്ധതിയായി പോകും. നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടാകും. അത് എത്രത്തോളം വയബിൾ ആകുമെന്ന ആശങ്കയുണ്ടാകും. ഇങ്ങനെ പലതും ഉണ്ടാകും.